എന്റെ മോള് മരിച്ചതിന് ശേഷം ആ കേസിനെ കുറിച്ച് അവർ അന്വേഷിക്കാണ്ടായി. അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി പല പ്രാവശ്യം ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയതാ. അവരെന്നോട് പെരുമാറിയ രീതി വളരെ അബ്നോർമൽ ആയിരുന്നു. എന്റെ കുഞ്ഞ് നിന്നോട് കംപ്ലൈന്റ് കൊടുത്ത് വീട്ടിലേക്കല്ലേ പോകാൻ പറഞ്ഞു. എന്താ അവിടെ ഇരിക്കുന്നത്? കാരണം എന്താ ഇത്? സർ, ഇവരോട് പല പ്രാവശ്യം പോകാൻ പറഞ്ഞാണ്, പക്ഷെ പോകുന്നില്ല സർ. നിങ്ങൾ വീട്ടിലേക്ക് പോകും. നിങ്ങൾ വീട്ടിലേക്ക് പോകാൻ ഇവരെ വീട്ടിലേക്ക് പറഞ്ഞു വിട്. അതെ, നിങ്ങൾ ദയവ് പോകാൻ നോക്ക്. പിന്നെ ഞാൻ പണം കൊടുത്തിട്ടാണ് കരുണയുടെ കയ്യിൽ നിന്ന് ആ കേസ് ഡീറ്റെയിൽസ് ഞാൻ വാങ്ങിച്ചത്. പക്ഷെ അതിലുണ്ടായിരുന്ന CCTV ഫുട്ടേജ്, കേസ് ഡീറ്റെയിൽസ് എന്റെ മോളുടേതല്ലെന്ന് അപ്പോഴെനിക്ക് മനസ്സിലായി. അവിടെ വെച്ച് എനിക്ക് സംശയം തോന്നാൻ തുടങ്ങിയത്. അന്വേഷിച്ചപ്പോ എന്റെ മോളുടെ കേസ് ഇൻസ്പെക്ടർ അലക്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഞാൻ അയാളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. കുറച്ചു നാളുകൾക്ക് ശേഷം അലക്സിന്റെ പേരെക്കുട്ടി കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് സംശയം തോന്നി. പണത്തിന് വേണ്ടി അലക്സ് ആണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് സംശയം തോന്നിയതുകൊണ്ട് ഞാൻ തന്നെ ഒരു സെൽഫോൺ വാങ്ങി വോയിസ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് അലക്സിനോടും അയാളുടെ മകളോടും സംസാരിച്ച് 50 ലക്ഷം പണമായിട്ട് ആ ബിൽഡിങ്ങിലേക്ക് വിളിച്ചു വരുത്തി. എന്തായാലും പോലീസ് ഫോളോ ചെയ്യുന്ന എനിക്കറിയാം. ഞാൻ വിചാരിച്ച പോലെ തന്നെ അലക്സിനെ ഞാൻ കാണിച്ചു കൊടുത്തു. പക്ഷെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കിഡ്നാപ്പർ ആരാന്ന് അറിയാൻ പറ്റിയില്ല. അപ്പോഴെനിക്ക് വേറെ എവിടെയോ തെറ്റ് പറ്റിയെന്ന് മനസ്സിലാവുന്നത്. ഐശുവിനെ തട്ടിക്കൊണ്ടുപോയ കിഡ്നാപ്പർ സംസാരിച്ച വോയിസ് നോട്ട് ഞാൻ വീണ്ടും വീണ്ടും കേട്ടു. അപ്പൊ ദൂരേന്ന് ഒരു ബാങ്ക് വിളിയും ട്രെയിൻ പോകുന്ന ശബ്ദവും എനിക്ക് കേൾക്കാൻ പറ്റി. അപ്പൊ മാലിക് പറഞ്ഞത് ഞാൻ ഓർത്തു. 8 മണിക്ക് ഏതൊക്കെ മസൂദിയിലാണ് ബാങ്ക് വിളിക്കുന്നതെന്നും ഏതൊക്കെ മസൂദിയുടെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഉള്ളതെന്നും ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എന്റെ മോളുടെ സെൽഫോൺ സ്വിച്ച് ഓൺ ആയിട്ട് എനിക്ക് മെസ്സേജ് വന്നത്. ഫോളോ ചെയ്തു പോയപ്പോ അലക്സിന്റെ മകൻ സ്വന്തം ചേച്ചിയുടെ മകളെ തന്നെ പിടിച്ചു വെച്ചിരിക്കാന്ന് ഞാൻ അറിഞ്ഞു. അവന്റെ കയ്യിൽ നിന്ന് എനിക്ക് എന്റെ മകളെ രക്ഷിക്കാൻ പറ്റിയില്ല. അവനെ കൊന്ന് അലക്സിന്റെ പേരക്കുട്ടിയെങ്കിലും എനിക്ക് രക്ഷിക്കാൻ പറ്റിയല്ലോ. തുടർച്ചയായി കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ കുറ്റവാളിയായ മാത്യു എന്നയാളെ ACPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇന്നലെ രാത്രി സൂപ്പർ. എന്നിരുന്നാലും കേരള പോലീസ് തന്നെ. എൻകൗണ്ടറിൽ എങ്ങനെ ഇവനെ കൊന്നത് കണ്ടില്ലേ? ഇവനൊക്കെ വെറുതെ ഇവിടെ ഇനി എത്ര കുഞ്ഞുങ്ങളെ ഇവൻ കൊല്ലുമെന്ന് അറിയില്ല. ശരിയാ മോനെ. എന്റെ അച്ഛൻ എവിടെയാമ്മയുള്ളേ? മോളുടെ അച്ഛനുണ്ടല്ലോ, ആ നിലാവനേക്കാളൊക്കെ മുകളില് ദൂരെ ദൈവത്തിന്റെ അടുത്താ ഉള്ളത്. അമ്മേ, എന്തിനാ അമ്മ ദൈവത്തിന്റെ അടുത്ത് പോയേ? എപ്പോഴാ അമ്മ വരാ? സ്കൂളില് ഫ്രണ്ട്സ് എല്ലാം എനിക്ക് അച്ഛനില്ലാന്ന് പറഞ്ഞ് കളിയാക്ക. അവര് കളിയാക്കുന്നെന്ന് പറഞ്ഞ് നീ ഇങ്ങനെ വിഷമിക്കാൻ നിൽക്കരുത്. എല്ലാവർക്കും അമ്മയും അച്ഛനും ഉണ്ട്, പക്ഷെ എനിക്ക് മാത്രം എന്താ അമ്മ മാത്രം ഉള്ളത്? നീ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോഴേ അച്ഛൻ എന്നോട് നിന്നെ നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ടാണ് ദൈവത്തിന്റെ അടുത്തേക്ക് പോയത്. പോയപ്പോ എന്താ പറഞ്ഞിട്ട് പോയെന്നറിയോ? അച്ഛനില്ലാന്നും പറഞ്ഞ് ഐശു ഒരുപാട് വിഷമിക്കും. അങ്ങനെ അവള് വിഷമിക്കുന്ന സമയത്ത് അവളോട് പറഞ്ഞു കൊടുക്കണം, ഈ ലോകത്തെ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ളത് ഐശുവിനെ മാത്രമാണ്. ഐശുവിന് വിഷമായ അച്ഛനത് സഹിക്കാനാവില്ല. അച്ഛന് കരച്ചില് വരും. അച്ഛൻ കരഞ്ഞാ ഐശുവിനെ ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടില്ലല്ലോ, ശരിയല്ലേ?